ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഷ് ഐസ് ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission, contact AR Information Center, Chowk Road, Punalur. Phone 9562023444. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വികസന പദ്ധതികൾ മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി MLA. 15-കാരിയെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കുളത്തൂപ്പുഴ വലിയല സ്വദേശി ജമിനി ഗണേശൻ. ചിത്രയിലും പരിസരത്തും കഞ്ചാവ് വിൽപ്പന വ്യാപകം. അന്വേഷണം താഴെത്തട്ടിൽ ഒതുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായി മന്ത്രി VS ശിവകുമാർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത NABH അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിനും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും മറ്റു സഹായങ്ങളും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ലഭ്യമാണ്.
ആശുപത്രികളെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു. അതിന് മാതൃകയായി നമ്മുടെ ഈ പുനലൂർ ആശുപത്രി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക രീതിയിൽ ശസ്ത്രക്രിയ നടത്താൻ അത്യാവശ്യമായ തിയേറ്റർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കും. 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തിയേറ്റർ നിർമ്മിക്കുന്നത്. ആരോഗ്യരംഗത്ത് സമഗ്ര വികസനം കൈവരിക്കാൻ താലൂക്ക് ആശുപത്രിക്ക് കഴിഞ്ഞു. സംസ്ഥാനത്തിനാകെ മാതൃകയായി ആശുപത്രി മാറുകയാണ്. ക്യാൻസർ കെയർ യൂണിറ്റും വേദനരഹിത പ്രസവവും താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ച നേട്ടങ്ങളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ഒരു മാതൃക ആശുപത്രിയായി, കേരളത്തിന്റെ തന്നെ ഒരു മാതൃക ആശുപത്രിയായി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷക്കാലമായി വളരെയധികം പിന്തുണയും സഹകരണവും സാമ്പത്തികവുമാണ് ഈ ഗവൺമെന്റ് ലഭ്യമാക്കിയിരിക്കുന്നത് എന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയെ സംസ്ഥാന ഗവൺമെന്റ് ഒരു മാതൃക ആശുപത്രിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലയുടെ ക്യാൻസർ കെയർ അതിന്റെ ഒരു താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് നൽകിയത് പുനലൂർ ആശുപത്രിക്കാണ്. ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ കേഷ് അതിവിടെ ഈ ആശുപത്രിക്ക് നമുക്ക് ലഭ്യമായി. അടുത്ത ഘട്ടമായി ഈ ആശുപത്രിയെ NABH അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് ആശുപത്രിക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക. അഡ്വക്കേറ്റ് കെ രാജു MLA അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, പുനലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, ഗ്രേസി ജോൺ, B രാധാമണി, S ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചില ക്ഷുദ്രജീവികൾ പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു. ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുമെന്നും MLA മുന്നറിയിപ്പ് നൽകി. ചില ക്ഷുദ്രജീവികളും ഛിദ്രശക്തികളും ചേർന്ന് താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ ശ്രമങ്ങൾ മന്ത്രി തിരിച്ചറിയണമെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA ആവശ്യപ്പെട്ടു. ഇവിടെ ഈ ആശുപത്രി ഇത് നന്നാവുന്നതിനനുസരിച്ച് തന്നെ ഇത് തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമവും ചില ഭാഗത്തു നിന്നുണ്ട്. ചില ഭാഗത്തു നിന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ഈ വേദി പറയുന്നുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി, എനിക്ക് ഉറപ്പുണ്ട്, കേരളത്തിലെമ്പാടും ആരോഗ്യ മേഖലയിൽ സജീവമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അങ്ങ്, ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്ന അങ്ങ്, ഇവിടെ ഈ ആശുപത്രിയെ തകർക്കാൻ വേണ്ടി ചില ഛിദ്ര ശക്തികൾ, ക്ഷുദ്രജീവികൾ അവർ നടത്തുന്ന പ്രവർത്തനമോ അല്ലെങ്കിൽ അങ്ങയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞാലോ അതിന് ചെവിക്കൊള്ളരുത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു MLA. മന്ത്രിയെ സ്റ്റേജിലിരുത്തിയാണ് MLA ഈ പരാമർശം നടത്തിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ കൈകാര്യം ചെയ്യണമെന്നും MLA മുന്നറിയിപ്പ് നൽകി. നമ്മുടെ ആശുപത്രിയെ തകർക്കുന്ന രീതിയിലുള്ള നടപടിയുമായി ആരെങ്കിലും വന്നാൽ അവരെ കൈകാര്യം ചെയ്ത് തിരിച്ചുവിടണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ മന്ത്രിയെ പ്രശംസിക്കാനും MLA മറന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രമായത് 7.5 വയസ്സുകാരൻ മാനുവൽ. മന്ത്രിക്ക് വേണ്ടി സ്റ്റേജിലെ നിലവിളക്ക് തെളിയിച്ചാണ് മാനുവൽ ചടങ്ങിൽ മുഖ്യ ആകർഷണമായത്. മന്ത്രി VS ശിവകുമാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് തെളിയിച്ചത് 7 വയസ്സുകാരനായ മാനുവൽ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കുളത്തൂപ്പുഴ സാം നഗർ എരമത്ത് ചരുവിള പുത്തൻ വീട്ടിൽ സാബു ആശാ ദമ്പതികളുടെ മകനായ മാനുവൽ ശ്രദ്ധാകേന്ദ്രമായത്. സ്റ്റേജിന് മുൻവശത്തിരുന്ന കസേരയിൽ നിലയുറപ്പിച്ചിരുന്ന ബാലനെ മന്ത്രി അരികിലേക്ക് വിളിക്കുകയായിരുന്നു. തുടർന്ന് ദീപം തെളിയിക്കാൻ മാനുവലിനോട് ആവശ്യപ്പെട്ടു. ഒട്ടും മടിക്കാതെ മാനുവൽ ദീപം തെളിയിക്കുകയായിരുന്നു. മന്ത്രിക്ക് വേണ്ടി ദീപം തെളിയിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹനും തനിക്ക് വേണ്ടി ദീപം തെളിയിക്കാൻ ബാലനോട് ആവശ്യപ്പെട്ടു. മാനുവലിന്റെ പിതാവ് സാബു അസുഖം ബാധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാതാവായ ആശയോടൊപ്പം പിതാവിനെ കാണാനെത്തിയപ്പോഴാണ് കൗതുകം കൊണ്ട് മുൻനിരയിലിട്ടിരുന്ന കസേരയിൽ മാനുവൽ കയറിയിരുന്നത്. ഇത് കണ്ട് മന്ത്രിക്ക് തോന്നിയ കൗതുകമാണ് ബാലനെ ക്ഷണിക്കാനിടയാക്കിയത്. എന്തായാലും ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യ ആകർഷണമായിരുന്നു മാനുവൽ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹാരിസൺ മലയാളം ലിമിറ്റഡ് കൈമാറ്റം ചെയ്ത എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് കിഴക്കൻ മേഖലയിലെ രാഷ്ട്രീയ നേതാക്കൾ. TR&T, റിയ, ചെറുവള്ളി എന്നീ എസ്റ്റേറ്റുകളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്.
ഹാരിസൺ മലയാളം ലിമിറ്റഡ് കൈമാറ്റം ചെയ്ത ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിറക്കിയ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി കിഴക്കൻ മേഖലയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചു. ചെറുവള്ളി, അമ്പനാട്, TRNT, തെന്മല, റിയ എന്നീ എസ്റ്റേറ്റുകളാണ് സർക്കാർ ഏറ്റെടുത്തതായി സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം വ്യാഴാഴ്ച ഉത്തരവിറക്കിയത്. ഈ വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം. വ്യാഴാഴ്ച രാത്രി അമ്പനാടും തെന്മലയിലും എസ്റ്റേറ്റ് തൊഴിലാളികൾ പടക്കം പൊട്ടിച്ച് വാർത്ത ആഘോഷിച്ചു. എന്നാൽ സ്പെഷ്യൽ ഓഫീസറുടെ ഉത്തരവ് പുറത്തുവന്നെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തുടർ നടപടികളെക്കുറിച്ച് വ്യക്തമല്ല. കൂടാതെ ഹാരിസൺ എസ്റ്റേറ്റ് കൈമാറ്റം സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലാണ്. സ്പെഷ്യൽ ഓഫീസറുടെ നടപടി സ്വാഗതാർഹമാണെന്നും LDF ഗവൺമെന്റ് പരാജയപ്പെട്ടിടത്താണ് UDFന്റെ ഇച്ഛാശക്തി ഫലം കണ്ടതെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ അഭിപ്രായപ്പെട്ടു. പിന്നീട് വന്ന LDF ഗവൺമെന്റ് ഇത് യാതൊരു താല്പര്യവും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഈ വൻകിട തോട്ടം മാനേജ്മെന്റിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ 2010 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള സർക്കാർ ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉൾപ്പെടെയുള്ള വൻകിട തോട്ടങ്ങളിൽ കൈവശത്തിരിക്കുന്ന ഗവൺമെന്റ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സംവിധാനമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഹൈക്കോടതിയിൽ പേരിൽ കൊടുത്തതിനെതിരായിട്ട് ഗവൺമെന്റിന്റെ അപ്പീൽ നിലനിൽക്കെ അതിന് അന്തിമ വിധി വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ രാജമാണിക്യം എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസർ ഗവൺമെന്റിന് വേണ്ടി ഇത്തരം ഏറ്റെടുത്തായിട്ടൊരു ഉത്തരവ് ഇറക്കിയതിന്റെ പിന്നിൽ ദുരൂഹതയുള്ളതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി ഞാൻ സംശയിക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഗവൺമെന്റ് ഇത്തരത്തിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശം ഉൾപ്പെടെ ഇരിക്കുന്ന വസ്തുക്കളിൽ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ ഉള്ളവ അത് ഗവൺമെന്റ് ഭൂമിയാണെങ്കിൽ അത് ഏറ്റെടുക്കുന്നതിന് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന നിലയിൽ, പൊതുപ്രവർത്തനം എന്ന നിലയിൽ അതിനെ സർവ്വ സ്വാഗതം ചെയ്യും. 2005 RSP ഏറ്റെടുത്ത സമരമാണ് സംസ്ഥാന തലത്തിൽ ശ്രദ്ധ പിടിച്ചതെന്നും ഭൂമി സർക്കാർ ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നും RSP നേതാവ് M. നാസർ ഖാൻ അഭിപ്രായപ്പെട്ടു. 2005 ജൂൺ മാസം 25-ാം തീയതി RSPയുടെ നേതൃത്വത്തിൽ ഈ തെന്മലയിൽ നിന്ന് ആരംഭിച്ച ആ പ്രക്ഷോഭണം ഇന്ന് കേരളത്തിലാകമാനമുള്ള 60,000 ഹെക്ടറോളം ഭൂമി ഇങ്ങനെ അനധികൃതമായി സ്വകാര്യ മുതലാളിമാർ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെൻറ് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി ഈ ഹാരിസൺ കൃത്രിമ രേഖയുണ്ടാക്കി കൈമാറ്റം ചെയ്തിരിക്കുന്ന 4 എസ്റ്റേറ്റുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച നടപടി, ഉത്തരവിറക്കിയ നടപടി അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ റിയ എസ്റ്റേറ്റ് തന്നെ ഏറ്റെടുക്കുമ്പോൾ 207ഓളം വരുന്ന ഏക്കർ ഭൂമി ഈ തെന്മലയുടെ വികസനത്തിന് ഉപയോഗിക്കാൻ, ഈ റെയിൽവേ ട്രാക്കിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് കുടിയിറക്ക് ഭീഷണിയെ നേരിടുന്ന അനവധി കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു ആശ്വാസമായി അവർക്കൊരു 10 സെന്റ് ഭൂമി വീതം നൽകുവാൻ ഗവൺമെന്റ് ഉടമയിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ 205 ഏക്കർ കിട്ടിയാൽ അത് ഏറ്റെടുത്ത സാഹചര്യം തീർച്ചയായും ശ്ലാഘനീയമാണ്. തെന്മല പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി വിവാദങ്ങൾക്ക് പരിഹാരം കാണാൻ ഉത്തരവ് സഹായകരമാകുമെന്നും ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും CPM നേതാവ് R. സുരേഷ് പറഞ്ഞു. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശത്തിലിരുന്ന മറിച്ചുവിറ്റ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. അടിയന്തരമായി തന്നെ ഈ തൊഴിലാളികളെ ഉൾപ്പെടെ ഫാമിംഗ് കോർപ്പറേഷനിലോ RPLലോ ഈ വസ്തു ഏറ്റെടുത്തുകൊണ്ട് പുനരുദ്ധരിപ്പിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസനത്തിനാവശ്യമായിട്ടുള്ള ഭൂമി അടിയന്തരമായി കൈമാറുക കൂടി ചെയ്യണം. തെന്മല പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പണിയുന്നതിന് ഇതിൽ നിന്നുള്ള വസ്തുവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പണിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ നടപടിയെടുക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമില്ലെന്നും നേരത്തെ കോടതി ലക്ഷ്യത്തിന് മാപ്പ് പറഞ്ഞ സ്പെഷ്യൽ ഓഫീസർ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ തീരുമാനിച്ചതായും എസ്റ്റേറ്റ് മാനേജ്മെന്റ് വൃത്തങ്ങൾ അറിയിച്ചു. ലൈവ് വാർത്ത, തെന്മല. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ.
sanitary and bathroom fittings, tiles, parryware, crystal bath gallery, electrical goods, fancy ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. Elegant Events and Caterers, പത്തനാപുരം. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. കുളത്തൂപ്പുഴയിൽ 15-കാരിയായ മകളെ പീഡിപ്പിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ. വലിയില സ്വദേശി ജമിനി ഗണേശനാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. നാട്ടുകാരുമായോ ബന്ധുക്കളുമായോ ഇയാൾക്ക് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളിൽ ചിലർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് മുംബൈയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ മാതാവിനെ വിവരമറിയിക്കുകയായിരുന്നു. മാതാവ് നൽകിയ പരാതിയെ തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മകളെ പിതാവ് പീഡിപ്പിച്ചിരുന്നതായി തെളിവ് ലഭിച്ചത്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ജമിനി ഗണേശനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഖിലേന്ത്യാ കിസാൻ സഭ പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നല വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. റബ്ബർ സംഭരണം എത്രയും വേഗം ആരംഭിക്കണമെന്നും വന്യജീവികളിൽ നിന്ന് കർഷകരെയും വിളകളെയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ നിയമം കൊണ്ടുവന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലയളവിലല്ല, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലയളവിൽ നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റ് വൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ആ കോർപ്പറേറ്റ് വൽക്കരണത്തെ അതിവേഗതയിൽ മുന്നോട്ട് നയിക്കുന്ന ദൗത്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ സർക്കാർ
നടത്തിവരുന്നത്. പ്രസിഡന്റ് കെ തങ്കപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി ബി രാജേഷ്, CPI മണ്ഡലം സെക്രട്ടറി M ജിയാബുദ്ദീൻ, കെ വാസുദേവൻ, ശ്രീജിത്ത്, ജി പുരുഷോത്തമൻ പിള്ള, അസൻഗണ്ണ റാവുത്തർ, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തമിഴ്നാട്ടിലേക്ക് ആക്രി സാധനങ്ങളുമായി പോയ ലോറി തെന്മലയിൽ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെയും ക്ലീനറെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ലോറി തെന്മല MSL ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറെയും ക്ലീനറെയും പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയ വളവ് തിരിഞ്ഞു വരികയായിരുന്ന ലോറി എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കവേ നിയന്ത്രണം വിട്ട റോഡിൽ മറിയുകയായിരുന്നു. ദേശീയപാതയിൽ പാതയോരത്ത് കാടുമൂടി കിടക്കുന്നതിനാൽ അപകടം ഏറിവരുന്നത് പതിവായിരിക്കുകയാണ്. തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി പോയ വർഷം ദേശീയപാതയുടെ പാതയോരം വെട്ടിത്തെളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പദ്ധതിയില്ലാത്തത് തിരിച്ചടിയായി. NH അധികൃതർ ദേശീയപാതയിൽ അപകടങ്ങൾ കുറയ്ക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ലൈവ് വാർത്ത, തെന്മല. പത്തനാപുരത്ത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊതുക് നശീകരണത്തിനായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പത്തനാപുരം ജനമൈത്രി പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ R ബൈജുകുമാർ നിർവഹിച്ചു. ഈ ഡെങ്കിപ്പനി പിടിപെട്ടാൽ അതിന്റെ ഒരു 300 മീറ്റർ ചുറ്റളവിൽ ഇതിന്റെ അണുക്കൾ വ്യാപിക്കാനും മറ്റുള്ളവർക്ക് പടരാനും സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ഈ മേഖല ഒന്ന് ശുചീകരിച്ച് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷന്റെ പരിസരവും ഈ 300 മീറ്റർ മേഖലകളിലും, അതായത് പത്തനാപുരം ടൗണിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഒരു തുടക്കമെന്നുള്ള നിലയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ചേർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ D മോഹൻദാസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജനമൈത്രി പോലീസ് ഓഫീസർമാരായ G വസന്തൻ, MM ഷെരീഫ്, വാർഡ് മെമ്പർ ശിവദാസൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിലും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് വിൽപ്പന വ്യാപകം. അന്വേഷണം താഴെത്തട്ടിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഉന്നതർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നു. ചിതറയിലും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് വിൽപ്പന നിർബാധം തുടരുകയാണ്. വാങ്ങാൻ വരുന്നവരെ പിടികൂടുന്നതല്ലാതെ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. കഴിഞ്ഞയാഴ്ച കഞ്ചാവ് വാങ്ങാനെത്തിയ 5 പേരെ നാട്ടുകാർ പിടികൂടിയിരുന്നു. എന്നാൽ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പോലീസോ എക്സൈസോ തയ്യാറാകുന്നുമില്ല. രാഷ്ട്രീയക്കാരുടെ പിന്തുണയാണ് കഞ്ചാവ് വിൽപ്പനക്കാരുടെ ബലം എന്നാണ് അറിയാൻ കഴിയുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരെ പിടികൂടിയാൽ വിവിധ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഇടപെട്ട് ജാമ്യത്തിലിറക്കുന്നതായും പോലീസ് രഹസ്യമായി പറയുന്നു. കഴിഞ്ഞ ദിവസം പാലോട് സ്വദേശികളായ 2 യുവാക്കൾ കഞ്ചാവ് വാങ്ങാനെത്തിയവരെയും നാട്ടുകാർ പിടികൂടിയിരുന്നു. ഇപ്പോഴാണ് കഞ്ചാവ് മാഫിയയുടെ വ്യാപ്തം മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ
0475 222 7100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 2226 636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നോ? പിന്നെ എവിടുന്നാന്ന്? ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ 7 എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 2222 399. സ്റ്റൈൽ ബാത്ത്, ക്ലാസി സാനിറ്ററി വെയർസ്. From the house of luxury sanitary wares, Style Bath, കൊട്ടാരക്കര, ആയൂർ, പുനലൂർ. കരവാളൂർ ആശാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹന് സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് K രാജു MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ കൂടിയ യോഗം അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം ചെയ്തു. ഈ സൊസൈറ്റി 20% തുക കണ്ടെത്തണം എന്ന് നിയമം അനുശാസിക്കുന്നു എങ്കിൽ ആ 20% തുക എങ്ങനെ ഈ സൊസൈറ്റിയിൽ അംഗമായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അംഗമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വെളിയിൽ നിന്നോ സംഭാവനയായി സ്വീകരിച്ചോ ഈ സൊസൈറ്റിയുടെ 20% തുക കണ്ടെത്തുന്നത് എങ്ങനെ എന്നുള്ളത് തീരുമാനിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തോ ഒക്കെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതായിരിക്കും. ആശാ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി ശരൺ ശശി അധ്യക്ഷത വഹിച്ചു. നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് S ജയമോഹനെ ചടങ്ങിൽ ആദരിച്ചു.
അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ വികലാംഗ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B സരോജാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ എന്നിവർ സാമ്പത്തിക സഹായങ്ങളും പഠനോപകരണങ്ങളും നൽകി. N മനോഹരൻ, P ജെയിംസ്, B ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ കിഴക്കും ഭാഗം തനിമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ഗ്രന്ഥശാല ആരംഭിച്ചു. ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം കൊല്ലം MP NK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അറിവും വിജ്ഞാനവും സന്തോഷവും ഒരിക്കലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ലഭിക്കില്ലെന്നും NK പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വായനയും വായനയിലൂടെ ആർജിക്കുന്ന വിവേകവും നമുക്ക് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലുതും നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കുന്ന, സർഗാത്മകമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. നിങ്ങൾ എത്രമാത്രം ദൃശ്യമാധ്യമ സംപ്രേക്ഷണത്തിലൂടെ കലാപരിപാടികൾ ആസ്വദിച്ചാലും വാർത്താ സംപ്രേക്ഷണം ശ്രദ്ധിച്ചാലും അതുപോലെയുള്ള നവ സാമൂഹ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പലതരത്തിലുള്ള വിനോദവും വിജ്ഞാനവും പങ്കുവെക്കാനുള്ള അവസരമൊക്കെ ലഭിക്കുമ്പോഴും ഒരു പുസ്തകം ആഴത്തിൽ വായിക്കാൻ വായനയിലൂടെ ലഭിക്കുന്ന ഒരു നൈസർഗികമായിട്ടുള്ള വികാരം, അനുഭൂതി, സന്തോഷം, സംതൃപ്തി ഈ നവസാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ദൃശ്യ സംപ്രേക്ഷണങ്ങളിലൂടെ ലഭിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വലുതാണ്. അതാണ് വായനയുടെ സ്വാധീനം, വായനയുടെ ശക്തി, വായനയിലൂടെ ആർജിക്കുന്ന മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വികാസം, വളർച്ച. ഗ്രന്ഥശാല പ്രസിഡന്റ് ദീപക് അധ്യക്ഷനായി. സെക്രട്ടറി അസീം സ്വാഗതം പറഞ്ഞു. 1 വർഷം മുൻപാണ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്രന്ഥശാല തുടങ്ങിയത്. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കിഴക്കൻ ഭാഗം APRM സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് പുരസ്കാരങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട മുഖ്യ അതിഥിയായിരുന്നു. 6 മണി കഴിഞ്ഞാൽ സാധാരണ വൈകുന്നേരങ്ങൾ, സന്ധ്യകൾ നമ്മുടെ വീടുകൾ ശവപ്പറമ്പുകളാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ എത്തുന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് നമ്മുടെ അമ്മമാർ, സഹോദരന്മാർ ഇരിക്കുന്നത് എന്നറിയാം. എങ്കിൽ പോലും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരെക്കാൾ എത്രയോ പ്രൗഢമാണ് നിങ്ങളുടെ മക്കൾ ഒരു കാലത്തും നാളെ മറ്റന്നാൾ അധ്യാപകന്റെ കൈവെട്ടുന്നവരായി മാറില്ല എന്നുള്ളതാണ് ഈ ഇരിപ്പിന്റെ ഏറ്റവും വലിയ നന്മ. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ, ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, കൊല്ലായിൽ സുരേഷ്, കരകുളം ബാബു, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് JC അനിൽ, ഹുമയൂൺ കബീർ, K സുകുമാരപിള്ള, കണ്ണങ്കോട് സുധാകരൻ, S ഷൈം, KB ശബരിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. MES പത്തനാപുരം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് സെക്രട്ടറി CS ബഷീർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം താലൂക്ക് സെക്രട്ടറി CS ബഷീർ നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് M ഷെരീഫ്, ജില്ലാ കമ്മിറ്റി അംഗം T സലീം, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് M ഷെരീഫ് ഖാൻ, ട്രഷറർ PM ഷൈജു, ജോയിന്റ് സെക്രട്ടറി A അഷറഫുദ്ദീൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി M മുഹമ്മദ് സിദ്ദിഖ് സ്വാഗതവും PM ഷൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CBSE 10ാം തരം പരീക്ഷയിൽ ഇടമൺ പുഷ്പഗിരി സ്കൂളിന് 100 മേനി വിജയം. സ്കൂളിൽ പരീക്ഷ എഴുതിയ 22 വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടി. 10 കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. ഫലത്തിൽ സന്തോഷമുണ്ടെന്നും വിജയത്തിനു പിന്നിൽ സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റും മാതാപിതാക്കളുമാണ് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോരുത്തർക്കും നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചു. ടീച്ചേഴ്സ്മാരുടെ സപ്പോർട്ടും മാനേജ്മെന്റിന്റെ സപ്പോർട്ടും പേരൻസിന്റെ സപ്പോർട്ടും ദൈവത്തിന്റെ ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു. ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിൽ നിന്നും ഇത്തരം വിജയം കൈവരിക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട് എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ K വഹാബുദ്ദീൻ പറഞ്ഞു. സമീപ പ്രദേശത്തുള്ള അംഗീകാരമില്ലാത്ത പല സ്കൂളുകളും സ്കൂൾ വൈസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് റിസൾട്ട് പെരുപ്പിച്ചു കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ നേടിയ ഈ വിജയം വളരെ പ്രശംസനീയമാണ്. ഇടവൻ 34 പോലെ ഉള്ള ഒരു ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ തിളക്കമാർന്ന ഈ വിജയത്തിൽ ഞാൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിക്കുന്നതിനോടൊപ്പം. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വികസന പദ്ധതികൾ മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി MLA. 15-കാരിയെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കുളത്തൂപ്പുഴ വലിയല സ്വദേശി ജമിനി ഗണേശൻ. ചിത്രയിലും പരിസരത്തും കഞ്ചാവ് വിൽപ്പന വ്യാപകം. അന്വേഷണം താഴെത്തട്ടിൽ ഒതുങ്ങുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട്